ഹരേ കൃഷ്ണ. ഭഗവാന്റെ ഒരു കൃപാകടാക്ഷം കൊണ്ട് അധികാരി അല്ലാഞ്ഞിട്ടും ഈ ഉള്ളവളെ കൊണ്ട് ഭഗവാൻ ഭാഗവത മാഹാത്മ്യത്തിലെ ഒരു അധ്യായം അതിൻ്റെ പദങ്ങളുടെ അർത്ഥം വിചാരം ചെയ്ത് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കാരണം ഓരോ തവണ നമ്മൾ വായിക്കുമ്പോഴും നമ്മൾ പറയുമ്പോഴും നമ്മൾ അറിയുന്നു നമുക്കിത് ഇനിയും അറിയാനുണ്ട്, പഠിക്കാനുണ്ട് എന്ന്. അപ്പോൾ അങ്ങനെ പഠിക്കാനൊരു അവസരം തരികയായിരുന്നു ഭഗവാൻ. ഇത് ഇനിയും പഠിക്കാനുണ്ട് എന്ന് തിരിച്ചറിയിക്കുകയായിരുന്നു ഭഗവാൻ. അനുനിമിഷം ഭഗവാനെ ഗ്രന്ഥങ്ങൾ ഇനിയും ഏറെ പഠിക്കണം, ഇനിയും ഏറെ അറിയാനുണ്ട് എന്ന ഒരു ബോധം ഈ ഉള്ളവളിൽ ഭഗവാൻ ഉണ്ടാക്കി തരുന്നു. അവിടുന്ന് പറയിപ്പിച്ച വാക്കുകളും സാരങ്ങളും എല്ലാം തന്നെയും അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ ഇന്ന് സമ്പൂർണ്ണ പാരായണം ചെയ്ത് സമർപ്പിക്കുകയാണ്. ഭഗവാനെ അവിടുന്ന് സ്വീകരിക്കണമേ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവത മാഹാത്മ്യം. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. അഥ പ്രഥമോऽധ്യായഃ. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരാജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നൈമിഷേ സൂതമാസീനമഭിവാദ്യ മഹാമതിം കഥാമൃതരസാസ്വാദകുശലഃ ശൗനകോ ബ്രവീത്. ശൗനക ഉവാച. അജ്ഞാനധ്വാന്തവിധ്വംസകോടിസൂര്യസമപ്രഭ സൂതാഖ്യാഹി കഥാസാരം മമ കർണരസായനം. ഭക്തിജ്ഞാനവിരാഗാപ്തോ വിവേകോ വർദ്ധതേ മഹാൻ. മായാമോഹനിരാസശ്ച വൈഷ്ണവൈ ക്രിയത്തെ കഥം. ഇഹ ഘോരേ കലൗ പ്രായോ ജീവശ്ചാസുരതാം ഗതഃ. ക്ലേശാക്രാന്തസ്യ തസ്യൈവ ശോധനേ കിം പരായണം. ശ്രേയസാം യത് ഭവേത് ശ്രേയഃ പാവനാനാം ച പാവനം. കൃഷ്ണപ്രാപ്തികരം ശശ്വത് സാധനം തദ്വദാധുനാ. ചിന്താമണിർലോകസുഖം സുരദ്രുഃ സ്വർഗസമ്പദം. പ്രയച്ഛതി ഗുരുഃ പ്രീതോ വൈകുണ്ഠം യോഗി ദുർലഭം. സൂത ഉവാച. പ്രീതിഃ ശൗനകചിത്തേ തേ ഹ്യതോ വച്മി വിചാര്യ ച. സർവസിദ്ധാന്തനിഷ്പന്നം സംസാരഭയനാശനം. ഭക്ത്യോഘവർദ്ധനം യച്ച കൃഷ്ണസന്തോഷഹേതുകം. തദഹം തേഭിധാസ്യാമി സാവധാനതയാ ശൃണു. കാലവ്യാളമുഖഗ്രാസത്രാസനിർനാശഹേതവേ ശ്രീമദ്ഭാഗവതം ശാസ്ത്രം കലൗകീരേണ ഭാഷിതം. ഏതസ്മാദപരം കിഞ്ചിന്മനഃശുദ്ധ്യൈ ന വിദ്യത്തെ. ജന്മാന്തരേ ഭവേത് പുണ്യം തദാ ഭാഗവതം ലഭേത്. പരീക്ഷിതേ കഥാം വക്തും സഭായാം സംസ്ഥിതേ ശുകേ. സുധാകുംഭം ഗൃഹീത്വൈവ ദേവാസ്തത്ര സമാഗമൻ. ശുകം നത്വാ വദൻ സർവേ സ്വകാര്യകുശലാഃ സുരാഃ. കഥാസുധാം പ്രയച്ഛസ്വ ഗൃഹീത്വൈവ സുധാമിമാം
एवं विनिमये जाते सुधाराज्ञा प्रपीयतां प्रपास्यामो वयं सर्वे श्रीमद्भागवतामृतं। क्व सुधा क्व कथा लोके क्व काचः क्व मणिर्महान् ब्रह्मरादो विचार्यैवं तदा देवान् जहासः। अभक्तांस्तांश्च विज्ञाय न ददौ स कथामृतं। श्रीमद्भागवती वार्ता सुराणामपि दुर्लभा। राज्ञो मोक्षं तथा वीक्ष्य पुराधातापि विस्मितः सत्यलोके तुलां बद्ध्वादोलयत् साधनान्यजः। लघून्यन्यानि जातानि गौरवेण इदं महत्। तदा ऋषिगणाः सर्वे विस्मयं परमं ययुः। मेनिरे भगवद्रूपं शास्त्रं भागवतं कलौ पठनात् श्रवणात् सद्यो वैकुण्ठफलदायकं। सप्ताहेन श्रुतं चैतद् सर्वथा मुक्तिदायकं। सनकाद्यैः पुरा प्रोक्तं नारदाय दयापरैः। यद्यपि ब्रह्मसम्बन्धात् श्रुतमेतत् सुरर्षिणा सप्ताहश्रवणविधि कुमारैस्तस्य भाषितः। शौनक उवाच लोकविग्रहमुक्तस्य नारदस्यास्थिरस्य च विधिश्रवे कुतः प्रीतिः संयोगः कुत्र तैः सह। सूत उवाच अत्र ते कीर्तयिष्यामि भक्तियुक्तं कथानकं शुकेन मम यत्प्रोक्तं रहस्यं विचार्य च। एकदा हि विशालायां चत्वार ऋषयो मलाः सत्सङ्गार्थं समायाता ददृशुस्तत्र नारदं। कुमार ऊजुः कथं ब्रह्मन् दीनमुखः कुतश्चिन्तातुरो भवान् त्वरितं गम्यते कुत्र कुतश्चागमनं तव। इदानीं शून्यचित्तोऽसि गतवित्तो यथा जनः तवेदं मुक्तसङ्गस्य नोचितं वद कारणं। नारद उवाच अहं तु पृथिवीं यातो ज्ञात्वा सर्वोत्तमामिति पुष्करं च प्रयागं च काशीं गोदावरीं तथा हरिक्षेत्रं कुरुक्षेत्रं श्रीरङ्गं सेतुबन्धनम् एवमादिषु तीर्थेषु भ्रममाण इतस्ततः। नापश्यं कुत्रचिच्छर्म मनः सन्तोषकारकं कलिना धर्ममित्रेण धरेयं बाधिताधुना। सत्यं नास्ति तपःशौचं दयादानं न विद्यते उदरं भरिणो जीवा वराकाः कूटभाषिणः। मन्दाः सुमन्दमदयो मन्दभाग्या ह्युपद्रुताः पाखण्डनिरताः सन्तो विरक्ताः सपरिग्रहाः। तरुणी प्रभुता गेहे श्यालको बुद्धिदायकः कन्याविक्रयिणो लोभाद्दम्पतीनां च कल्कनम्। आश्रमाय वनैरुद्धास्तीर्थानि सरितस्तथा देवतायतनान्यत्र दुष्टैर्नष्टानि भूरिशः। न योगी नैव सिद्धो वा न ज्ञानी सत्क्रियो नरः कलिदावानलेनाद्य साधनं भस्मतां गतम्। अट्टशूला जनपदाः शिवशूला द्विजातयः कामिन्यः केशशूलिन्यः सम्भवन्ति कलाविहाम्। एवं पश्यन् कलेर्दोषान् पर्यटन्नवनीमहं यामुनं तटमापन्नो यत्र लीला हरेरभूत्। तत्राश्चर्यं मया दृष्टं श्रूयतां तन्मुनीश्वराः। एका तु तरुणी तत्र निषण्णा खिन्नमानसा। वृद्धौ द्वौ पतितौ पार्श्वे निःश्वसन्दावचेतनौ शुश्रूषन्ति प्रबोधन्ति रुदती च तयोः पुरः। दश दिक्षु निरीक्षन्ति रक्षितारं निजं वपुः वीज्यमाना शतस्त्रीभिर्बोध्यमाना मुहुर्मुहुः। दृष्ट्वा दूराद्गतः सोऽहं कौतुकेन तदन्तिकं मां दृष्ट्वा चोत्थिता बाला विह्वला चाब्रवीद्वजः।
ബാലോവാച ഭോ ഭോ സാധോ ക്ഷണം തിഷ്ഠ മച്ചിന്താമപി നാശയ ദർശനം തവ ലോകസ്യ സർവഥാഹരം പരം ബഹുധാ തവ വാക്യേന ദുഃഖശാന്തിർഭവിഷ്യതി യഥാ ഭാഗ്യം ഭവേത് ഭൂരി ഭവതോ ദർശനം തഥാ. നാരദ ഉവാച കാസിത്വം കാവിമൗ ചേമാ നാര്യഃ കാഃ പത്മലോചനാഃ വദ ദേവി സവിസ്താരം സ്വസ്യ ദുഃഖസ്യ കാരണം. ബാലോവാച അഹം ഭക്തിരിതി ഖ്യാതാ ഇമൗ മേ തനയൗ മതൗ ജ്ഞാനവൈരാഗ്യനാമാനൗ കാലയോഗേന ജർജരൗ ഗംഗാദ്യാഃ സരിതശ്ചേമാ മത്സേവാർത്ഥം സമാഗതാഃ തഥാപി ന ച മേ ശ്രേയഃ സേവിതായാഃ സുരൈരപി. ഇദാനീം ശൃണു മദ്വാർത്താം സചിത്തസ്ത്വം തപോധന വാർത്താ മേ വിദദാപ്യസ്തി താം ശ്രുത്വാ സുഖമാവഹ. ഉത്പന്നാ ദ്രവിഡേ സാഹം വൃദ്ധിം കർണാടകേ ഗതാ ക്വചിൻ മഹാരാഷ്ട്രേ ഗുർജരേ ജീർണതാം ഗതാ തത്ര ഘോരകലേർയോഗാത് പാഖണ്ഡൈഃ ഖണ്ഡിതാംഗകാ ദുർബലാഹം ചിരം യാതാ പുത്രാഭ്യാം സഹ മന്ദതാം വൃന്ദാവനം പുനഃ പ്രാപ്യ നവീനേവ സ്വരൂപിണീം ജാതാഹം യുവതീ സമ്യക് പ്രേഷ്ഠരൂപാ തു സാമ്പ്രതം ഇമൗ തു ശയിതാവത്ര സുതൗ മേ ക്ലിശ്യതഃ ശ്രമാദ് ഇദം സ്ഥാനം പരിത്യജ്യ വിദേശം ഗമ്യത്തെ മയാ ജരഠത്വം സമായാതൗ തേന ദുഃഖേന ദുഃഖിതാ സാഹം തു തരുണീ കസ്മാത് സുതൗ വൃദ്ധാ വിമൗ കുതഃ ത്രയാണാം സഹചാരിത്വാദ്വൈപരീത്യം കുതഃ സ്ഥിതം ഘടത്തെ ജരഠാ മാതാ തരുണൗ തനയാവിധി അതഃ ശോചാമി ചാത്മാനം വിസ്മയാവിഷ്ടമാനസാ വദ യോഗനിധേ ധീമൻ കാരണം ചാത്ര കിം ഭവേത്. നാരദ ഉവാച ജ്ഞാനേനാത്മനി പശ്യാമി സർവമേതത്തവാനഘേ ന വിഷാദസ്ത്വയാ കാര്യോ ഹരിഃ ശം തേ കരിഷ്യതി. സൂത ഉവാച ക്ഷണമാത്രേണ തജ്ഞാത്വാ വാക്യമൂചേ മുനീശ്വരഃ. നാരദ ഉവാച ശൃണുഷ്വാവഹിതാ ബാലേ യുഗോയം ദാരുണഃ കലിഃ തേന ലുപ്തഃ സദാചാരോ യോഗമാർഗസ്തപാംസി ച ജന അദ്യാസുരായന്തെ ശാഠ്യദുഷ്കർമ്മകാരിണഃ ഇഹ സന്തോ വിഷീദന്തി പ്രഹൃഷ്യന്തി ഹ്യസാധവഃ തത്തേ ധൈര്യം തു യോ ധീമാൻ സധീരഃ പണ്ഡിതോऽഥവാം. അസ്പൃശ്യാനവലോക്യേയം ശേഷഭാരകരീധരാ വർഷേ വർഷേ ക്രമാജ്ജാതാ മംഗളം നാപി ദൃശ്യത്തെ ന ത്വാമപി സുതൈഃ സാകം കോപി പശ്യതി സാമ്പ്രതം ഉപേക്ഷിതാനുരാഗാന്ധൈർജർജരത്വേന സംസ്ഥിതാ വൃന്ദാവനസ്യ സംയോഗാത് പുനസ്ത്വം തരുണീ നവാ ധന്യം വൃന്ദാവനം തേന ഭക്തിർനൃത്യതി യത്ര ച അത്രേമൗ ഗ്രാഹകാ ഭാവാന്ന ജരാമപി മുഞ്ചതഃ കിഞ്ചിദാത്മസുഖേനേഹ പ്രസുപ്തിർമന്യതേനയോ. പരീക്ഷിതുവാച കഥം പരീക്ഷിതാ രാജ്ഞാ സ്ഥാപിതോ ഹ്യശുചിഃ കലിഃ പ്രവൃത്തേ തു കലൗ സർവസാരഃ കുത്ര ഗതോ മഹാൻ കരുണാപരേണ ഹരിണാപ്യധർമ്മഃ കഥമീക്ഷ്യത്തെ ഇമം മേ സംശയം ഛിന്ധി ത്വദ്വാചാ സുഖിതാസ്മ്യഹം. നാരദ ഉവാച യദി പൃഷ്ടസ്ത്വയാ ബാലേ പ്രേമതഃ ശ്രവണം കുരു സർവം വക്ഷ്യാമി തേ ഭദ്രേ കശ്മലം തേ ഗമിഷ്യതി യദാ മുകുന്ദോ ഭഗവാൻ ക്ഷ്മാം ത്യക്ത്വാ സ്വപദം ഗതഃ തദ്ദിനാത് കലിരായാതഃ സർവസാധനബാധകഃ ദൃഷ്ടോ ദിഗ്വിജയേ രാജ്ഞാ ദീനവച്ഛരണം ഗതഃ ന മയാ മാരണീയോയം സാരംഗ ഇവ സാരഭുക് യത്ഫലം നാസ്തി തപസാ
न योगेन समाधिना तत्फलं लभते सम्यक् कलौ केशवकीर्तनात् एकाकारं कलिं दृष्ट्वा सारवत्सारनीरसं विष्णुराधः स्थापितवान् कलिजानां सुखाय च कुकर्माचरणात् सारः सर्वतो निर्गतोऽधुना पदार्थाः संस्थिता भूमौ बीजहीनास्तुषा यथा विप्रैर्भागवती वार्ता गेहे गेहे जने जने कारिता कणलोभेन कथासारस्ततो गतः अत्युग्रभूरिकर्माणो नास्तिकारौरवाजनाः तेऽपि तिष्ठन्ति तीर्थेषु तीर्थसारस्ततो गतः कामक्रोधमहालोभतृष्णाव्याकुलचेतसः तेऽपि तिष्ठन्ति तपसि तपःसारस्ततो गतः मनश्चाजयाल्लोभात् दम्भात् पाखण्डसंश्रयात् शास्त्रानभ्यसनाच्चैव ध्यानयोगफलं गतं पण्डितास्तु कलत्रेण रमन्ते महिषा इव पुत्रस्योल्पादने दक्षा अदक्षा मुक्तिसाधने न हि वैष्णवता कुत्र सम्प्रदायपुरःसरा एवं प्रलयतां प्राप्तो वस्तुसारः स्थले स्थले अयं तु युगधर्मो हि वर्तते कस्य दूषणम् अतस्तु पुण्डरीकाक्षः सहते निकटे स्थितः सूत उवाच इति तद्वचनं श्रुत्वा विस्मयं परमं गता भक्तिरूचे वचो भूयः श्रूयतां तच्च शौनक भक्तिरुवाच सुरर्षे त्वं हि धन्योऽसि मद्भाग्येन समागतः साधूनां दर्शनं लोके सर्वसिद्धिकरं परं जयति जगति मायां यस्य कायाथवस्ते वचनरचनमेकं केवलं चाकलय्य ध्रुवपदमपि यातो यत्कृपातो ध्रुवोऽयं सकलकुशलपात्रं ब्रह्मपुत्रं नतास्मि जयति जगति मायां यस्य कायाथवस्ते वचनरचनमेकं केवलं चाकलय्य ध्रुवपदमपि यातो यत्कृपातो ध्रुवोऽयं सकलकुशलपात्रं ब्रह्मपुत्रं नतास्मि इति श्रीपद्मपुराणे उत्तरखण्डे श्रीमद्भागवतमाहात्म्ये भक्तिनारदसमागमो नाम प्रथमोऽध्यायः। सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द। हरि ओम्।